ടൈം വെച്ചിട്ടുള്ള ബോർഡർ വരയ്ക്കണത് ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു എൻഡ് പോയിൻ്റാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അനിലേട്ടനും ഷാൻഡും ഒക്കെ കൂടിയാണ് ഇത് ചെയ്യണത്. ഒരു സ്ക്വയർ 2 സൈഡിൽ നിന്നാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കാരണം കാറ്റിനനുസരിച്ച്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യണത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചാണ് എല്ലാം ചെയ്യണത്. നമ്മൾ എല്ലാവരുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എഴുതിയാണ്. കാണുന്നതൊക്കെ ഓരോ മോഡൽസ് ഹെലികോപ്റ്റേഴ്സാണ്. ഇത് എൻജിൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സാണ്. നൈട്രോ ഫ്യൂലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതിന്. അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ബഗ്ഗി കാറാണ്. നമുക്ക് കൃത്യമായിട്ട് അവരതിന് പെർമിഷൻ തരാമെന്നുള്ളതിന് അവരത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ വെച്ചിട്ടോ ഏജ് വെച്ചിട്ടോ അങ്ങനെ ഒന്നിൻ്റെയും ഇതിലല്ല നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഓരോരുത്തരുടെ സ്കില്ല് എന്താണോ ആ സ്കില്ല് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നിന്നല്ല, നമ്മുടെ സ്കില്ല് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു വേദിയാണ്. ഈ വിങ് ഒന്ന് ഇതേലാണ് അതിൻ്റെ പേര് ഇരിക്കുന്നത്. രണ്ടാമത് ഇവിടെ ഒരു ലോക്കൂടെ ഉണ്ട്. അപ്പോൾ അത് കയറി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. പിന്നെ പുറത്തേക്ക് ഊരി പോയിരിക്കാൻ വേണ്ടി അകത്തുനിന്നുള്ള ബോൾട്ട് 3 സ്ഥലത്ത് ലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഫ്ലൈറ്റ് ഈ കണക്ഷൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി, സെർവോലിയുടെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഉള്ള ലോക്കാണ്. ചേട്ടൻ പമ്പ് ചെയ്തോ? 2 സ്ട്രോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് പെട്രോള് നമ്മൾ ഫ്യൂവല് അതുപോലെ ഓയിലൂടെ മിക്സ് ചെയ്ത്, പണ്ടത്തെ നമ്മുടെ RX-100 ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ആ രീതി. മാത്രമല്ല ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഗിയർ ഓയിലും മിക്സ് ചെയ്യും. നമ്മുടെ ഇതിൽ 2T ഓയിൽ മാത്രം മിക്സ് ചെയ്തേച്ച് ആ ഫ്യൂവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഇത് കയറ്റുന്നത്? ഇത് 2 രീതിയുണ്ട്. മാനുവലായിട്ട് ഇങ്ങനെ കറക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ മോട്ടോറൈസ്ഡ് ഉണ്ട്. വേറെന്താ തിരിച്ചാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഫ്യൂല് ഇതിനകത്തോട്ട് കയറ്റണുണ്ടോ? ചെയ്യുമ്പം കാർബറേറ്ററിൽ ഒരു സക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്യൂല് വലിഞ്ഞു വരാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കറക്കിയാലും തിരിച്ചെടുക്കും, കറക്കിയാലും അടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും പമ്പ് ചെയ്ത് വരും. വേണ്ട, ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന സംഭവം. ബാക്ക് ഫയർ എന്നോണേ. ഞാനിപ്പം ഇഗ്നീഷൻ ഓഫ് ചെയ്ത് വെച്ചൊന്ന് കറക്കാൻ പോകാം. നീ അവിടെ നിന്ന് പുഷ് ചെയ്യണം. അങ്ങോട്ട് പിടിക്കാം. ചോക്ക് ഓവർഫ്ലോ ആവുന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇഗ്നീഷൻ കട്ട് ചെയ്തിട്ടൊന്നുകൂടെ അടിക്കാം.
ചോക്കില്ല ചോക്കില്ല. Amerika. Right now. Camera Amerika, താഴെ കൂടെ കുറച്ച് നേരം കൊണ്ടുപോകും. ചേട്ടാ, അപ്പൊ ഇതിന്റെ മോഡൽ എന്താണത്? ഫിഷിന്റെ മുഖം ഒന്ന് കാണിച്ചേ. ഇതാണ് നമ്മുടെ ബിഞ്ചാട്ടന് ഗോൾഡ് വിങ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പൊ ആളുടെ ഒരു മോഡലാണ് ഇത്. ഇത് എത്ര ഈ ഒരു പ്ലെയിന്റെ മോഡലല്ലേ? ഇത് എത്ര ഇതാ ബാറ്ററി? 1000 mAh. ഓക്കെ. മോട്ടർ എത്ര കെവിയാ? മോട്ടർ 2200 kV. ഇപ്പൊ ഫ്ലൈ ചെയ്യല്ലേ ഇപ്പൊ? അതെ അതെ, ഫ്ലൈ ചെയ്യാം. ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ മോഡൽസ് ഫ്ലൈ ചെയ്യാനാണ് നമുക്ക് കാണാൻ പോണത്. ഇത് ഓൺ ഡിസൈൻ അല്ലേ? ഫിഷിന്റെ വിങ്സ് ആണ്. മറ്റേതൊരു എക്സ്പ്ലോററിന്റെ മോഡൽ. ഇതിന്റെ പേരിട്ടോ രാവിലെ? പേരിട്ടോ? ആരാ ത്രോ ചെയ്യണ സമയത്ത് പിന്നെ നമ്മ അൻഫിൽ ബ്രോ, ഇത് ഏതാണ് മോഡല്? ഇത് നമ്മുടെ ഒരു F22 റാപ്റ്റർ. അതിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ്. നമ്മൾ ഡെപ്രോൺ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ തെർമോക്കോളും ഹൈ ഡെൻസിറ്റി തെർമോക്കോളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു മോഡൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇത് എത്ര ഇതാണ് ബാറ്ററി? ഇത് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത് 2200 mAh 30C വരുന്ന ലിഥിയം പോളിമർ ബാറ്ററിയാണ്. എത്ര കെ വി മോട്ടറാ? ഇതിനകത്ത് 2200 kV
ആണ് നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് 6 ഇഞ്ച്. F6 അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട്? i6 തന്നെയാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ ആരെങ്കിലും അറിയണ്ടത്? നീയാണ് ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്യണേ? സ്റ്റാർട്ട് ചെയ്തു. അടുത്തേക്കോട്ടോ. പ്ലെയിൻ ലാൻഡിങ് ആണ്. ഇവിടേക്ക് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ജോഷോന്റെ പ്ലെയിനാണ്. ഇപ്പൊ ജോഷോ നമ്മുടെ അടുത്തുണ്ട്. ജോഷോ, എന്താണ് ഇതിന്റെ പേര് എന്ന് പറയാമോ? ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഡിസൈൻ അല്ല, അത് ഞാൻ തന്നെ ചെയ്തൊരു ഡിസൈനാണ്. ഇതിന് ഞാൻ അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല. ഇത് ഒരു 3D എയറോബാറ്റിക് പ്ലെയിൻ ആണ്. അങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. 20cc എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 20cc പെട്രോൾ എഞ്ചിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം 17/6 പ്രൊപ്പ് വുഡൻ പ്രൊപ്പാണ് ചെയ്തിരിക്കുന്നത്. ഒരു എയറോബാറ്റിക് ഡിസൈനാണ്. പക്ഷേ എയറോബാറ്റിക്സ് ഒന്നും ഈ ഒരു കോറോ മോഡൽ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് എടുക്കുന്നുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യണ്ട? ട്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ട്യൂൺ ചെയ്യണം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ഈ കാണുന്നത് ഒരു FPV ആണ്. FPV ഡ്രോൺ ആണ്. ഇത് കൂടുതലും സ്റ്റണ്ണിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹൈ സ്പീഡിൽ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രോൺ ആണത്. ബാറ്ററി